ഹലോ എവരിവൺ. നിങ്ങൾ ഔട്ട്ഡോർ അഡ്വർടൈസിങ് ചെയ്യുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. എന്നുവെച്ചാൽ ഔട്ട്ഡോർ അഡ്വർടൈസിങ് ചെയ്യുന്ന ഒരിക്കലും നമ്മളെ സെയിൽസ് കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കരുത്. നമ്മുടെ ബ്രാൻഡിങ്ങിനെ വിസിബിൾ ആക്കാൻ വേണ്ടി മാത്രം ഔട്ട്ഡോർ അഡ്വർടൈസിങ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, മെയിനായിട്ട് ഹോർഡിങ്സും കാര്യങ്ങളൊക്കെ. ഔട്ട്ഡോർ അഡ്വർടൈസിങ് വലിയ ബിൽ ബോർഡ്സ് ഉണ്ടാവില്ല, അഡ്വർടൈസിങ് ബോർഡ്സ് ഉണ്ടാവില്ല. അതിൽ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ലെറ്റേഴ്സ് ആണെങ്കിലും ഫോണ്ട് ആണെങ്കിലും അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ ലെറ്റേഴ്സിൽ തന്നെ ആൾക്കാരുടെ മനസ്സിലോട്ട് പതിയുന്ന രീതിയിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിം ആണെങ്കിലും മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും കോൾ ടു ആക്ഷൻ, പിന്നെ ആ ഒരു സെയിൽസ് നടക്കുന്ന ഒരു പർപ്പസിൽ ഒരിക്കലും ഔട്ട്ഡോർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മാക്സിമം വിസിബിലിറ്റി ഉണ്ടാക്കുക, ഔട്ട്ഡോർ വിസിബിലിറ്റി ഉണ്ടാക്കുക. അത് അറ്റ് എ സെയിം ടൈം തന്നെ നിങ്ങൾ ഓൺലൈനിൽ ലീഡ് ജനറേഷൻ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അതൊരു എഫക്റ്റീവ് ആയിരിക്കും. ഏത് ഏരിയയിലാണോ നിങ്ങൾ ഹോർഡിങ്സോ മറ്റു കാര്യങ്ങളോ വെക്കുന്ന സെയിം ഏരിയയിൽ തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഓൺലൈൻ അഡ്വർടൈസിങ് കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതുപോലുള്ള അഡ്വർടൈസിങ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.